Welcome to Commerce World. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം എം.കോം അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിത്തെ സെക്കൻഡ് ചാപ്റ്ററാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ചാപ്റ്റർ 2 പെർഫോമൻസ് മാനേജ്മെൻറ്റ്. സോ ഇതിൽ നമ്മൾക്ക് ആദ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. സോ പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പെർഫോമൻസ് മാനേജ്മെൻറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ്, analyzing, reporting informations regarding of an individual ഗ്രൂപ്പ് ഓർ ഓർഗനൈസേഷൻ അങ്ങനെ പറയുന്നതാണ് നമ്മുടെ പെർഫോമൻസ് മെഷർമെന്റ് എന്ന് പറയുന്നത്. സോ ഒരു ഓർഗനൈസേഷനോ അല്ലാതെ ഒരു ഗ്രൂപ്പിടെയോ പെർഫോമൻസ് വന്നിട്ട് നമ്മൾ മാനേജ് ചെയ്ത് മെഷർ ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് മെഷർമെന്റ് എന്ന് പറയുന്നത്. സോ പെർഫോമൻസ് മെഷർമെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും നമ്മളുടെ പാസ്റ്റ് ആക്ഷൻസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മളുടെ പെർഫോമൻസ് മെഷർമെന്റ് എന്ന് പറയുന്നത്. പെർഫോമൻസ് മെഷർമെന്റിൽ നമ്മൾക്ക് രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് ബെഞ്ച് മാർക്സും ഇന്നൊന്ന് വന്നിട്ട് യാർഡ് സ്റ്റിക്സും. അങ്ങനെ രണ്ടെണ്ണമാണ് പറയുന്നത്. ദെൻ അതിന്റെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് നമ്മളുടെ ഒബ്ജക്റ്റീവ്സും നമ്മളുടെ ഓർഗനൈസേഷന്റെ ഗോൾസ് വന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, ദെൻ ലോങ് ടേമും ഷോർട്ട് ടേമും ഗോൾസിൽ വന്നിട്ട് ബാലൻസ് ചെയ്യാനായിട്ട്, ദെൻ എംപ്ലോയീസിന് വന്നിട്ട് പെർഫോമൻസ് മെഷർമെന്റിനെ കുറിച്ചുള്ള ഒരു അവയർ കൊണ്ടുവരാനായിട്ട്, ദെൻ എംപ്ലോയീസിന് വന്നിട്ട് ഈ മെഷേഴ്സിനെ കുറിച്ച് വന്നിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ചെയ്യാനായിട്ട്, ദെൻ ഇതെന്ന് പറയുന്നത് നമ്മുടെ റെഗുലർ ബേസിസിൽ വന്നിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് നമ്മുടെ പെർഫോമൻസ് മെഷർമെന്റ് വന്നിട്ട് നമുക്ക് യൂസ് ചെയ്യണത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഇതിന്റെ റീസൺസ് എന്തുകൊണ്ടാണ് നമ്മളുടെ പേർപ്പസ് ഓർ റീസൺസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് വന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, ദെൻ സബോർഡിനേറ്റ്സ് കറക്റ്റ് ആയിട്ടുള്ള വർക്കാണോ ചെയ്യണേ എന്ന് വന്നിട്ട് മാനേജേഴ്സ് വന്നിട്ട് ഉറപ്പ് വരുത്താനായിട്ട്, ദെൻ ബഡ്ജറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ദെൻ അതേപോലെ തന്നെ പീപ്പിൾസിന് വന്നിട്ട് ആ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ അച്ചീവ്മെന്റ്സ് അതായത് നമ്മളുടെ ഗോൾസ് വന്നിട്ട് അച്ചീവ്മെന്റ് ചെയ്തിട്ട് അതിനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ദെൻ പുവർ ആൻഡ് ബെസ്റ്റ് പെർഫോമൻസ് വന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ റീസൺസ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് മെഷേഴ്സ് ഓഫ് പെർഫോമൻസ്. ഇതിൽ വന്നിട്ട് നമ്മൾക്ക് രണ്ടെണ്ണമാണ് പറയുന്നത്. ഒന്ന് വന്നിട്ട് ഫിനാൻഷ്യൽ പെർഫോമൻസും ദെൻ നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസും. അതിൽ ഫിനാൻഷ്യൽ പെർഫോമൻസിൽ വരുന്നതാണ് 4 പറയുന്നുണ്ട്. ഒന്ന് വന്നിട്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ദെൻ റെസിജ്വൽ ഇൻകം, ദെൻ എക്കണോമിക് വാല്യൂ ആഡഡ്, ദെൻ ക്യാഷ് ഫ്ലോസ്. അങ്ങനെ 4 പറയുന്നത്. അതിൽ ആദ്യത്തെ വന്നിട്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇതിന് എന്തിനു കൊണ്ടുവന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ഓർ റിട്ടേൺ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് പ്രോഫിറ്റും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് ROI മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരിടത്തിൽ വന്നിട്ട് ഒരു 10,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തു, അതിന് നമ്മൾക്ക് ഒരു 5,000 പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ആ രണ്ടും തമ്മിലുള്ള ആ ബാലൻസ്, ആ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് ROI മെത്തേഡ് എന്ന് പറയുന്നത്. സോ ROI മെത്തേഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100 ആണ്. അതിൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ദെൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കാനായിട്ട് ഫിക്സഡ് അസറ്റ്സ് പ്ലസ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലൈബിലിറ്റീസ് ആണ് നമ്മൾക്ക് ROI കണ്ടുപിടിക്കാനായിട്ട് വരുന്നത്. ദെൻ അതിന്റെ യൂസസ് ഓർ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ബിസിനസിന്റെ സക്സസ് മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ പെർഫോമൻസും അതേപോലെ തന്നെ അത് തമ്മിലുള്ള ഡീവിയേഷൻസും കമ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രോഡക്റ്റിന്റെ പ്രൈസ് വന്നിട്ട് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് അസറ്റ്സിന് വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ്. ദെൻ അതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ROI എന്ന് പറയുന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിൾ മെത്തേഡ് അല്ല എന്നാ പറയുന്നത്. ദെൻ ഡീവിയേഷണൽ പെർഫോമൻസിന് മാത്രമേ നമ്മളുടെ ROI യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അതേപോലെ തന്നെ മാനേജേഴ്സിന് വന്നിട്ട് ഡീവിയേഷണൽ മാനേജേഴ്സ് വന്നിട്ട് ഇതിന് വന്നിട്ട് ന്യൂ ഇൻവെസ്റ്റ്മെന്റ് ആവുന്ന സമയത്ത് റിജക്ട് ചെയ്യാനും ചാൻസസ് ഉണ്ട്. ദെൻ വന്നിട്ട് ഷോർട്ട് റണ്ണിന് മാത്രമാണ് ഇത് യൂസ് ചെയ്യണത്, ലോങ് റണ്ണിനില്ല. ഷോർട്ട് റണ്ണിനായിരിക്കും മേജർലി അത് ഫോക്കസ് കൊടുക്കുന്നത്. ദെൻ അതേപോലെ തന്നെ അസറ്റ്സ് വന്നിട്ട് ഫുള്ളി ഡിപ്രീഷിയേറ്റ് ആവുന്ന സമയത്ത് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ വെരി ലോ ആയിട്ടാണ് ഇരിക്കുന്നത്. കമ്പാരിസൺ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് എന്നാ പറയുന്നത്. ഇത്രയാണ് അതിന്റെ ലിമിറ്റേഷൻസ്. ദെൻ ROIന്റെ ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇതിൽ വന്നിട്ട് നമുക്ക് ഫിക്സഡ് അസറ്റ്സ് പറയുന്നുണ്ട്. ഇതിൽ വന്നിട്ട് ഇക്വിറ്റി ക്യാപിറ്റൽ അങ്ങനെ വന്നിട്ട് നമുക്ക് കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. ദെൻ കറണ്ട് അസറ്റ്സ്, കറണ്ട് ലൈബിലിറ്റീസ്, ഗ്രോസ് പ്രോഫിറ്റ്,
അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ, നെറ്റ് പ്രോഫിറ്റ്, ഇത്രയൊക്കെയാണ് നമ്മൾക്ക് ഇതിൽ തന്നിട്ടുള്ളത്. സോ നമ്മൾക്ക് ROI കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻടു 100. സോ ഇതിൽ വന്നിട്ട് നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഇതിൽ ഗ്രോസ് പ്രോഫിറ്റ് പറയുന്നുണ്ട്. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് പറയുന്നത്? 1,06,000 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. സോ 1,06,000. ദെൻ ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്? അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് 24,000ഉം സെല്ലിംഗ് എക്സ്പെൻസസ് വന്നിട്ട് 30,000ഉം. അങ്ങനെ 54,000 ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വരുന്നത്. 1,06,000 നിന്ന് 54,000 മൈനസ് ചെയ്യുമ്പോൾ 52,000 ആണ് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. സോ ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ദെൻ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കാനായിട്ട് നെറ്റ് ഫിക്സഡ് അസറ്റ്സ് പ്ലസ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. അതിൽ നെറ്റ് ഫിക്സഡ് അസറ്റ്സ് നമുക്ക് പറയുന്നുണ്ട് 2,50,000 പ്ലസ് കറണ്ട് അസറ്റ്സ് 1,50,000 മൈനസ് കറണ്ട് ലയബിലിറ്റീസ് 75. സോ അങ്ങനെ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് 3,25,000 ആണ് വരുന്നത്. ദെൻ ROI is equal to 52,000 ഡിവൈഡഡ് ബൈ 3,25,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 16% ആണ് നമ്മൾക്ക് ROI ആയിട്ട് കിട്ടുന്നത്. ഇത്രയാണ് ROIയിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് റെസിജ്വൽ ഇൻകം. റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സോ റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ദ ഡിസൈഡ് മിനിമം റിട്ടേൺ ഓൺ ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മുടെ റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സും അതേപോലെ തന്നെ ഡിസൈഡ് മിനിമം റിട്ടേൺ ഓൺ ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് തമ്മിലുള്ള ഡിഫറൻസ്. സോ നമ്മളുടെ റെസിജ്വൽ ഇൻകം നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് മൈനസ് ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻടു ഡിസൈഡ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾക്കിതിൽ പ്രോബ്ലം ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇതിൽ വന്നിട്ട് ഇൻകം ഇസ് അബ്സല്യൂട്ട് വാല്യൂ റാദർ ദൻ പെർസെൻറ്റേജ്. അതായത് പെർസെൻറ്റേജിന് പകരം അബ്സല്യൂട്ട് വാല്യൂവിൽ ഇൻകം പറഞ്ഞിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ മിനിമം ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേണും അതേപോലെ തന്നെ ടോട്ടൽ ഇൻകം ഏൺഡും തമ്മിൽ വന്നിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് റിട്ടേൺ വന്നിട്ട് അത് തമ്മിലുള്ള ഡീവിയേഷൻസ് അലോ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് പെർഫോമൻസ് വന്നിട്ട് ഡയറക്റ്റ് കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ഡീവിയേഷൻസ് വരുമ്പോൾ ഡിഫിക്കൽട്ടാണ്. ദെൻ ഇതിൽ വന്നിട്ട് ഷോർട്ട് റൺ ആണ് എൻകറേജ് ചെയ്യുന്നത്, ലോങ് റൺ അല്ല. ദെൻ നെക്സ്റ്റ് വന്നിട്ട് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഇൻവെസ്റ്റും തമ്മിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പറയുന്നില്ല. ദെൻ ഇതിൽ വന്നിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചാൻസസും ചോയ്സസും ഉള്ളത് കൊണ്ട് മിനിമം റേറ്റ് ഓഫ് റിട്ടേണിൽ വന്നിട്ട് നമ്മൾക്ക് ചാൻസസ്, അതായത് പ്രോബ്ലംസ് വരാനായിട്ട് ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. ദെൻ നെക്സ്റ്റ് വരുന്ന തേർഡ് മെത്തേഡാണ് EVA, എക്കണോമിക് വാല്യൂ ആഡഡ്. സോ എക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് എന്താണെന്ന് വെച്ചാൽ സർപ്ലസ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് വന്നിട്ട് ഓവർ ആൻഡ് എബോവ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണെങ്കിലാണ് നമ്മളുടെ എക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. അതായത് വന്നിട്ട് നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിയുടെ കോസ്റ്റ് വന്നിട്ട് ജനറേറ്റഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ നമ്മളുടെ EVA മെത്തേഡാണ് അതിൽ വരുന്നത്. സോ EVA കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് നമുക്ക് EVA കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. സോ ഇതിൽ വന്നിട്ട് ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. അസ്യൂം ദാറ്റ് കമ്പനി എക്സ് ഹാസ് ദ ഫോളോയിങ് കമ്പോണൻറ്റ്സ് ടു യൂസ് ഇൻ ദ EVA ഫോർമുല. അതിൽ വന്നിട്ട് നമുക്ക് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പറയുന്നത് 33,80,000. ദെൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 13 lakh. ദെൻ നമ്മളുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വന്നിട്ട് 0.056 പറയുന്നുണ്ട്. സോ നമുക്കിത് ജസ്റ്റ് അപ്ലൈ മാത്രമല്ലേ ചെയ്യാനുള്ളൂ. 33,80,000 മൈനസ് 13 lakh ഇൻറ്റു 0.056 ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 33,07,200 ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മളുടെ EVA വരുന്നത്. ദെൻ ഇതിന്റെ സ്റ്റെപ്സ് പറയുന്നുണ്ട്, സെയിം ആണ്. ആദ്യം വന്നിട്ട് നമ്മളുടെ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കണം. ദെൻ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കണം. ദെൻ WACC കണ്ടുപിടിക്കണം. ദെൻ നെക്സ്റ്റ് ആണ് നമ്മളുടെ EVA കാൽക്കുലേഷൻ. അതിൽ വന്നിട്ട് നമ്മളുടെ ടോട്ടൽ ഫിക്സഡ് അസറ്റ്സ് പ്ലസ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. ദെൻ WACC കണ്ടുപിടിക്കാനായിട്ട് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻറ്റു പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി ചെയ്യുമ്പോൾ നമുക്ക് WACC കിട്ടും. ദെൻ നമ്മളുടെ EVA കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. ദെൻ
നെക്സ്റ്റ് വരുന്നത് വന്നിട്ട് ഇതിലൊരു പ്രോബ്ലം പറയുന്നുണ്ട്. ഈ പ്രോബ്ലം വന്നിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം, ഇത് നോക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് മറ്റ് മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുന്നതിനെക്കാട്ടിലും, അക്കൗണ്ടിങ് മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുന്നതിനെക്കാട്ടിലും ഇതെന്ന് പറയുന്നത് ഒരു ഗുഡ് പെർഫോമൻസ് മെഷർമെന്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഇത് വന്നിട്ട് എക്സലന്റ് ടൂളാണ്. അതായത് നമ്മുടെ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനും ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിനും പ്രൈസിംഗ് ഡിസിഷൻ ഇതിനൊക്കെ വന്നിട്ട് ഒരു ബെസ്റ്റ് ടൂളാണെന്നാണ് പറയുന്നത്. ദെൻ ഇതിൽ വന്നിട്ട് 5 ഫാക്ടർ വരുന്നുണ്ട്. എന്നൊക്കെയെന്ന് വെച്ചാൽ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബിഫോർ ഫിനാൻസ്, ദെൻ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ബിസിനസ്, ദെൻ റേറ്റ് ഓഫ് റിട്ടേൺ, ദെൻ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഓഫ് പീരിയഡ്സ് ഇതിനൊക്കെ വന്നിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ കോൺട്രിബ്യൂഷൻ ഓഫ് എവറി യൂണിറ്റ്സ് ഓഫ് ദ കമ്പനി വന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ടിന്യൂസ് എക്കണോമിക് ഗ്രോത്തിന് വന്നിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ടൂൾ എന്ന് കൂടിയാണ് പറയുന്നത്. ദെൻ നമ്മുടെ പ്രോഫിറ്റബിൾ സെഗ്മെന്റ് വന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ മാനേജേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ മെഷർമെന്റ് ഓഫ് പെർഫോമൻസിനായിട്ടുള്ള ഒരു ടൂൾ കൂടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇത് വന്നിട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വരുന്ന സമയത്ത് നമ്മളുടെ CAPM മോഡൽ യൂസ് ചെയ്യുമ്പോൾ ഇത് വന്നിട്ട് ഡിഫിക്കൽട്ടാണ് നമ്മളുടെ EVA കാൽക്കുലേഷൻ. അതേപോലെ തന്നെ അക്കൗണ്ട് ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് EVA വന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് വന്നിട്ട് EVA എന്ന് പറയുന്നത് കമ്പയറിങ് ഡിഫറെൻറ്റ് ഫേംസിന് വന്നിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. സോ എല്ലാ ഫേംസിനും വന്നിട്ട് ഇത് സ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അതായത് കമ്പാരിസണിന് വന്നിട്ട് സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ആൻറ്റി ഗ്രോത്ത് ഓഫ് ബിഹേവിയറിന് വന്നിട്ട് ഇത് കാരണമാവുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ദെൻ നമ്മളുടെ ലാസ്റ്റ് മെത്തേഡാണ് ക്യാഷ് ഫ്ലോസ് ആണ്. സോ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഇൻഫ്ലോസും ഔട്ട് ഫ്ലോസും വരുന്നതാണ് ക്യാഷ് ഫ്ലോസിന്റെ നമ്മൾക്ക് ഫിനാൻഷ്യൽ പെർഫോമൻസിൽ വരുന്നത്. സോ നമ്മുടെ ക്യാഷ് ഫ്ലോസിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി എന്നുള്ള 3 ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അതിന്റെ പെർഫോമൻസ് മെഷറാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷേഴ്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷേഴ്സ് ആണ്. നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷേഴ്സിൽ വരുന്നത് മാർക്കറ്റിംഗ്, പേഴ്സണൽ, ദെൻ പ്രൊഡക്റ്റ് ക്വാളിറ്റി, ദെൻ അതേഴ്സ്. അതിൽ മാർക്കറ്റിംഗിൽ വന്നിട്ട് മാർക്കറ്റ് ഷെയറിന്റെ പ്രൊഡക്റ്റ് അറിയാനായിട്ട്, ദെൻ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്സിന്, അതായത് ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ദെൻ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫിക്കേഷന് വേണ്ടിയിട്ട്, നമ്പർ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ്, നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് സ്റ്റോക്സ്, ഇതിനൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ദെൻ പേഴ്സണൽ എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഡെവലപ്മെന്റിനും അതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസിനും, ദെൻ ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെന്റ് ടുവേർഡ്സ് സ്റ്റാഫ്സ്, അതേപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയീസ് ടുവേർഡ്സ് ഓർഗനൈസേഷൻ, ദെൻ നമ്പർ ഓഫ് ഗ്രീവൻസസ് ഫയൽഡ്, ദെൻ ടേൺ ഓവർ, അതായത് എംപ്ലോയി ടേൺ ഓവേഴ്സിന്, ഇതിനൊക്കെയാണ് പേഴ്സണൽ യൂസ് ചെയ്യുന്നത്. ദെൻ പ്രൊഡക്റ്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് കസ്റ്റമർ കംപ്ലൈൻസ്, നമ്പർ ഓഫ് റിട്ടേൺ ഓഫ് ഗുഡ്സ്, ദെൻ അതേപോലെ തന്നെ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് വരുന്നത്, ഇതൊക്കെയാണ് പ്രൊഡക്റ്റ് ക്വാളിറ്റിയിൽ വരുന്നത്. ദെൻ അതേഴ്സിൽ വന്നിട്ട് നമ്മളുടെ ടൈം സൈക്കിള്, പിന്നെ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഓഫ് പ്രൊസീഡ്സ്, പിന്നെ എക്സലൻസ് ഓഫ് ഡിസ്ചാർജ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, ദെൻ ബാലൻസ് ബിറ്റ്വീൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗോൾസ്. സോ നെക്സ്റ്റ് വരുന്നതാണ് ബാലൻസ് സ്കോർ കാർഡ്. ബാലൻസ് സ്കോർ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, നമ്മളിതിന് മുന്നിൽ പറഞ്ഞില്ലേ, ആ ഫിനാൻഷ്യൽ പെർഫോമൻസും അതേപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസും അത് രണ്ടും തമ്മിലുള്ള ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മളുടെ ബാലൻസ് സ്കോർ കാർഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ROI, പ്രോഫിറ്റ്, EPS, എക്സെട്ര അതുപോലെയുള്ള എല്ലാ ഫിനാൻഷ്യൽ ഡയമെൻഷൻസും അതേപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ ഡയമെൻഷൻസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റി, കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ, അങ്ങനെയുള്ള നോൺ ഫിനാൻഷ്യൽ ഡയമെൻഷൻസും വരുന്നതാണ് ബാലൻസ് സ്കോർ കാർഡിൽ. ദെൻ ഇതെന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഇവാലുവേഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ടെക്നിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ മാനേജ്മെന്റിന് വന്നിട്ട് സ്ട്രാറ്റജിക്കലി പോളിസി ഫോർമുലേഷനും, ദെൻ അതേപോലെ തന്നെ മാനേജേഴ്സിന് വന്നിട്ട്, അതായത് മാനേജ്മെന്റ്സിന് വന്നിട്ട് സ്ട്രാറ്റജിക് പോളിസി ഫോർമുലേഷനും ആൻഡ് അച്ചീവ്മെന്റ്സിന് വന്നിട്ട് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ BSc ബാലൻസ് സ്കോർ കാർഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് അതിന്റെ പെർസ്പെക്റ്റീവ്സ് ആണ്. ഇതിൽ വന്നിട്ട് ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവ്, കസ്റ്റമേഴ്സ് പെർസ്പെക്റ്റീവ്സ്, ദെൻ ഇന്റർനാഷണൽ ബിസിനസ് പെർസ്പെക്റ്റീവ്സ്, ദെൻ ഇന്നോവേഷൻ പെർസ്പെക്റ്റീവ്സ്, ഇങ്ങനെ 4 എണ്ണമാണ് വരുന്നത്. അതിൽ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് വരുന്നതാണ് ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഓരോ കമ്പനിയുടെയും മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്, അല്ലെ, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന് റിട്ടേൺ കിട്ടുന്നതാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവ് വന്നിട്ട് എക്കണോമിക് പെർഫോമൻസ്, കമ്പനിയുടെ എക്കണോമിക് പെർഫോമൻസ് വന്നിട്ട് മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലോങ് ആൻഡ് ഷോർട്ട് റൺ ഫിനാൻഷ്യൽ പെർഫോമൻസിന്റെ ഒബ്ജക്റ്റീവ്സ് വന്നിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് റവന്യൂ ഗ്രോത്തിനും,
ദെൻ കോസ്റ്റ് റിഡക്ഷനും അസറ്റ്സ് യൂട്ടിലൈസേഷൻസിനും ദെൻ ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂസിനും ഇതിനൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ദെൻ ഇതിന്റെ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവ്സിന്റെ വേരിയസ് മെഷേഴ്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ വന്നിട്ട് ഓപ്പറേറ്റിംഗ് ഇൻകം, ദെൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ സെയിൽസിന്റെ ഗ്രോത്ത്, ദെൻ റെസിജ്വൽ ഇൻകം, റിഡക്ഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, ക്യാഷ് ഫ്ലോസ് ഓഫ് ഓപ്പറേഷൻസ്, അങ്ങനെയുള്ള ഇതിന് കൂടുതൽ വന്നിട്ട് നമ്മളുടെ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കസ്റ്റമേഴ്സ് പെർസ്പെക്റ്റീവ്സ്. കസ്റ്റമേഴ്സ് പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് വന്നിട്ട് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫിക്കേഷൻ ആണ്. കസ്റ്റമേഴ്സിന്റെ അവർക്ക് വേണ്ടിയിട്ടുള്ള നീഡ്സിനെ വന്നിട്ട് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ബിസിനസ്സും വന്നിട്ട് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സോ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ, ദെൻ ഇൻക്രീസ്ഡ് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്, ദെൻ റെഡ്യൂസ് ഡെലിവറി ടൈം, ദെൻ കസ്റ്റമേഴ്സിന്റെ ലോയലിറ്റി ഇംപ്രൂവ് ചെയ്ത് കൊടുക്കാം. ദെൻ അതേപോലെ തന്നെ ഇത്രയൊക്കെയാണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ദെൻ അതിന്റെ പെർഫോമൻസിൽ വരുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്പർ ഓഫ് വാറന്റീസ്, അതായത് നമ്മുടെ വാറന്റീസ് കൊടുക്കുക, പിന്നെ പ്രൊഡക്ട്സ് വന്നിട്ട് റിട്ടേൺ എടുക്കാൻ പറ്റുന്നത്, പിന്നെ കസ്റ്റമേഴ്സിന്റെ കംപ്ലൈൻസ് ഗ്രിവൻസസ് വന്നിട്ട് നമ്മൾ കമ്പനീസ് വന്നിട്ട് ഏറ്റെടുക്കുന്നത്, ദെൻ അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫിക്കേഷൻസിന് വേണ്ടിയിട്ട്, ദെൻ ന്യൂ കസ്റ്റമേഴ്സിന്റെ അക്വിസിഷന് വേണ്ടിയിട്ട്, ദെൻ മാർക്കറ്റ് ഷെയർസിന്, ഇതൊക്കെയാണ് അതിന്റെ പെർഫോമൻസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മൂന്നാമത്തെ ഇന്റർനാഷണൽ ബിസിനസ് പ്രോസസ് പെർസ്പെക്റ്റീവ്. സോ ഇന്റർനാഷണൽ ബിസിനസ് പ്രോസസ് പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സും ഷെയർ ഹോൾഡേഴ്സും തമ്മിലുള്ള ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇന്റർനാഷണൽ ബിസിനസ് പ്രോസസ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് വന്നിട്ട് ഒരു ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് വന്നിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് വന്നിട്ട് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി വന്നിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചറിങ് ടൈം അതായത് പ്രോസസ് ടൈം വന്നിട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ദെൻ ഇതിന്റെ പെർഫോമൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടൈം ലീഡ്, അതായത് ലീഡ് ടൈമിന്, നമ്പർ ഓഫ് സപ്ലയേഴ്സിന്, മെറ്റീരിയൽ ടേൺ ഓവറിന്, പിന്നെ വന്നിട്ട് സൈക്കിൾ ടൈം അതായത് നമ്മുടെ വൊളാറ്റിലിറ്റിക്ക്, ദെൻ അതേപോലെ തന്നെ മാനുഫാക്ചറിങ് സൈക്കിളിന്റെ എഫിഷ്യൻസിക്ക്, ഇതിനൊക്കെയാണ് ഇന്റർനാഷണൽ ബിസിനസ് പ്രോസസ് പെർസ്പെക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വരുന്നതാണ് ഇന്നൊവേഷൻ പെർസ്പെക്റ്റീവ്. ഇന്നൊവേഷൻ പെർസ്പെക്റ്റീവ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന്റെ വാല്യൂവും സാറ്റിസ്ഫിക്കേഷനും വന്നിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ് ഇന്നൊവേഷൻ പെർസ്പെക്റ്റീവ്സ്. സോ ഇന്നൊവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ നീഡ്സിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഓരോ പ്രൊഡക്ട്സ് കൊണ്ടുവരുന്നത്. സോ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് യൂസ് ഓഫ് എംപ്ലോയീസ്, ദെൻ പ്രൊഡക്ട്സ് ഇന്നൊവേഷൻ, ദെൻ അതേപോലെ തന്നെ ഇൻഫർമേഷൻ സിസ്റ്റം, ഇതൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്. ദെൻ അതിന്റെ പെർഫോമൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ എമൗണ്ട് സ്പെൻഡ് ഓൺ എംപ്ലോയീസ് ട്രെയിനിങ്ങിന് വേണ്ടി എത്രയാണ് കൊടുത്തത്, പിന്നെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫിക്കേഷന്റെ റേറ്റിംഗ് എന്താണ്, പിന്നെ അതേപോലെ തന്നെ നമ്പർ ഓഫ് സജഷൻസ് പെർ എംപ്ലോയീസിന്റെ നമ്പർ ഓഫ് സജഷൻസ്, പിന്നെ ന്യൂ പ്രോഡക്ട്സ്, ദെൻ നമ്പർ ഓഫ് പാറ്റേൺസ്, പിന്നെ എമൗണ്ട് സ്പെൻഡ് ഫോർ ദ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ്, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതിനാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇത്രയാണ് പെർസ്പെക്റ്റീവ്സിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ് ഓഫ് BSc. ആദ്യത്തെ ഒബ്ജക്റ്റീവ്സ് ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബെറ്റർ സ്ട്രാറ്റജിക് പ്ലാനിങ്, അതായത് നമ്മളുടെ ഓർഗനൈസേഷനിൽ വന്നിട്ട് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് അറിഞ്ഞിട്ട് അത് തമ്മിലുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്കിന്റെ ഒബ്ജക്റ്റീവ്സ് വന്നിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഇംപ്രൂവ്ഡ് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സിക്യൂഷൻ, അതായത് വന്നിട്ട് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി വരുന്ന കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി വന്നിട്ട് ഈസിലി വന്നിട്ട് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ബെറ്റർ അലൈൻമെന്റ് ഓഫ് പ്രൊജക്ട്സ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ്, ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊജക്റ്റിനെ വന്നിട്ട് ഒരു മാപ്പ് ചെയ്തിട്ട്, അതായത് ഓർഗനൈസേഷന്റെ ഒരു പ്രൊജക്ട് വന്നിട്ട് മാപ്പ് ചെയ്തിട്ട് അത് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് വന്നിട്ട് അച്ചീവ് ചെയ്യേണ്ടതാണ് ഇതിൽ വരുന്നത്. ദെൻ ബെറ്റർ മാനേജ്മെന്റ് ഇൻഫർമേഷൻ, ഇതെന്ന് പറയുന്നത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ വന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനും ഡിസൈൻ ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ് ഇത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഇംപ്രൂവ്ഡ് പെർഫോമൻസ് റിപ്പോർട്ടിംഗ്. ഇംപ്രൂവ്ഡ് പെർഫോമൻസ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് കമ്പനീസിന് വന്നിട്ട് മോണിറ്റർ ചെയ്യാനും എക്സിക്യൂഷൻ ചെയ്യാനും അവരുടെ പ്ലാൻസ് വന്നിട്ട് മോണിറ്റർ ചെയ്യാനും എക്സിക്യൂഷൻ ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ്. ദെൻ ബെറ്റർ ഓർഗനൈസേഷൻ അലൈൻമെന്റ് എന്ന് പറയുമ്പോൾ പ്ലാൻസ് വന്നിട്ട് എത്രത്തോളം ഗുഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ സെയിം ഗോൾസ് വന്നിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ബെറ്റർ പ്രോസസ് അലൈൻമെന്റ്. ബെറ്റർ പ്രോസസ് അലൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിംഗ്, റിസ്ക് മാനേജ്മെന്റ്, അതേപോലെ തന്നെ അനാലിറ്റിക്സ്, ഇതിനൊക്കെ വന്നിട്ട്
നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. സോ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് ഒരു പെർഫോമൻസ് മെഷർമെന്റ് ടൂൾ ആണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ആൻ ഓർഗനൈസേഷൻ ഓർ ഡിപ്പാർട്ട്മെന്റ് ഇസ് പെർഫോം ആൻഡ് ഗെറ്റ് ടു ഓർഗനൈസ്. അതായത് വന്നിട്ട് ഒരു ഓർഗനൈസേഷനോ ഒരു ഡിപ്പാർട്ട്മെന്റോ വന്നിട്ട് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തു പോവേണ്ടത് എന്നുള്ളതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ KPI എന്ന് പറയുന്നത്. ദെൻ KPI എന്ന് പറയുന്നത് ഇസ് ദ വേ ഓഫ് മെഷറിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഓർഗനൈസേഷൻ ടു ഇറ്റ്സ് പ്രോസസ് ടുവേർഡ്സ് അച്ചീവിംഗ് ഗോൾസ്. അതായത് ഗോൾസിനെ അച്ചീവ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് നമ്മളുടെ എഫക്റ്റീവ്നെസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനെ വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യണത് എന്നുള്ളതാണ് നമ്മളുടെ KPI എന്ന് പറയുന്നത്. ദെൻ അതിന്റെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ദെൻ പ്രാക്ടിക്കൽ ആണ്, ആക്ഷനബിൾ ആണ്, പിന്നെ വന്നിട്ട് ഇതിന്റെ ഗോൾസ് എന്ന് പറയുന്നത് നോട്ട് അറ്റ് സെയിം, ദെൻ ഫിനാൻഷ്യൽ ആസ് വെൽ as നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് അതിന്റെ ടൈപ്സ് ആണ്. ടൈപ്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ക്വാളിറ്റേറ്റീവ് ആണ്, ലീഡിംഗ് ഇൻഡിക്കേറ്റർ ആണ്. ലീഡിംഗ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് അതായത് പ്രിഡിക്റ്റഡ് ഫ്യൂച്ചർ സക്സസിനെ പ്രിഡിക്റ്റ് ചെയ്യുന്നതാണ് ലീഡിംഗ് ഇൻഡിക്കേറ്റർ. ലാഗിംഗ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പാസ്റ്റത്തെ സക്സസിനെ കുറിച്ച് പറയുന്നതാണ് ലാഗിംഗ് ഇൻഡിക്കേറ്റർ. ദെൻ ഇൻപുട്ട് ഇൻഡിക്കേറ്റർ നമ്മൾ എത്രയാണ് കൊടുത്ത് ഇൻപുട്ട്, അതായത് നമ്മുടെ സോഴ്സസ്, അതാണ് ഇൻപുട്ട് ഇൻഡിക്കേറ്റർ. ദെൻ ഔട്ട്പുട്ട് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് റിസൾട്ട് കിട്ടി, അതാണ് ഔട്ട്പുട്ട് ഇൻഡിക്കേറ്റർ. ദെൻ പ്രോസസ് ഇൻഡിക്കേറ്റർ, ദെൻ സ്ട്രാറ്റജിക് ഇൻഡിക്കേറ്റർ. ഇത്രയാണ് ടൈപ്സിൽ വരുന്നത്. ദെൻ അതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഗോൾ വന്നിട്ട് മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് വന്നിട്ട് മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ഇൻഫോർമേഷൻസും ഫീഡ്ബാക്സും വന്നിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എംപ്ലോയീസിനാണെങ്കിലും മാനേജ്മെന്റ്സിനായാലും വന്നിട്ട് ഡിസിഷൻ മേക്കിങ്ങിനും അതേപോലെ തന്നെ റിയൽ ടൈം ഇൻഫോർമേഷൻസിന് വന്നിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ, എംപ്ലോയീസിനായാലും നമ്മുടെ മാനേജ്മെന്റ് ഓർഗനൈസേഷനായാലും ഒരു എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സ്റ്റാഫിനോടത്തുള്ള കോൺവെർസേഷൻ വന്നിട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. പിന്നെ സ്റ്റാഫ് മോറൽ, അതായത് വന്നിട്ട് നമ്മൾ സ്റ്റാഫ്സിന് വേണ്ടിയിട്ടുള്ള ഓരോ മോറൽസ് വന്നിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് കൺസിസ്റ്റൻസി ആൻഡ് കണ്ടിന്യൂറ്റി, അതായത് വന്നിട്ട് ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ പിന്നെ വന്നിട്ട് പേഴ്സണൽ ഗ്രോത്തിന് വന്നിട്ട് കൂടുതലായിട്ട് കൂടി ഫ്യൂച്ചറിലോട്ട് നമ്മൾ തിങ്ക് ചെയ്യുകയാണെങ്കിലും കൂടുതലായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ വന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് വന്നിട്ട് കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയാണ് അഡ്വാൻറ്റേജസ്. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ടീം വർക്കിനെ വന്നിട്ട് ഇത് ഡിസ്കവറേജ് ചെയ്യുന്നുണ്ട്. ടീം വർക്കിനെ വന്നിട്ട് അവർക്ക് വന്നിട്ട് ഏറ്റു തരുന്നില്ല എന്നാണ് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നല്ല കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനായിരിക്കും, അല്ലെങ്കിൽ ഒന്നും അറിയാത്ത എംപ്ലോയീസിനായിരിക്കും ഇത് കുറച്ചുകൂടി വാല്യൂബിൾ ആയിട്ടുള്ളത്. അല്ലാതെ ഈ നടുവേ നിന്ന് പോണ ഒരാൾക്ക് വന്നിട്ട് ഇത് ഓക്കെ അല്ല എന്നാണ് പറയുന്നത്. ദെൻ വന്നിട്ട് എംപ്ലോയീസിന് വന്നിട്ട് ഷോർട്ട് ടേം ഗോൾസിനാണ് കൂടുതൽ വന്നിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് അത് പറയുന്നത്. ലോങ് ടേം ഗോൾസിനെക്കാട്ടിലും ഷോർട്ട് ടേം ഗോൾസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ മാനേജ്മെന്റ്സിന് വന്നിട്ട് എംപ്ലോയീസിന് മേലെ കൂടുതലായിട്ട് ഒരു കൺട്രോൾ ഉണ്ടെന്നാണ് പറയുന്നത്. ദെൻ ഇതെന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണ്. അതേപോലെ തന്നെ ഒരു എമോഷണൽ ആയിട്ടുള്ള ആൻഷ്യസ് വന്നിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് വന്നിട്ട് സെറ്റ് ചെയ്യുന്നത് വന്നിട്ട് ഡിഫിക്കൽട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ KPIയിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. സോ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മളുടെ ഓർഗനൈസേഷനിൽ വന്നിട്ട് നമ്മളുടെ കളക്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ദ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ത്രൂ ദ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സിനെയാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ദെൻ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൽ വന്നിട്ട് നമ്മളുടെ ഈ ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുന്നത് ഒരു അക്കൗണ്ടിങ് സെന്റർ ആയിരിക്കും, അതായത് റെസ്പോൺസിബിലിറ്റി സെന്റർ ആയിരിക്കും ഇതെല്ലാം കളക്ട് ചെയ്യുന്നത്. സോ അവിടുത്തെ ഓരോ എംപ്ലോയീസും ഓരോ മാനേജേഴ്സും വന്നിട്ട് ഇതിന് വന്നിട്ട് റെസ്പോൺസിബിൾ ആണ്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിനെ നമ്മൾ പ്രോഫിറ്റബിലിറ്റി അക്കൗണ്ടിംഗ് എന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ആക്ടിവിറ്റി അക്കൗണ്ടിംഗ് എന്നും പറയുന്നുണ്ട്. ദെൻ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് വന്നിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതായത് വന്നിട്ട് ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസ് വന്നിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോസ്റ്റ് വന്നിട്ട് അസൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ട് കോസ്റ്റ് വന്നിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ റിപ്പോർട്ടിന്റെ പെർഫോമൻസ് വന്നിട്ട് മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിൽ ഒരു ക്ലിയർ കട്ട് ഐഡിയ വന്നിട്ട് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ വന്നിട്ട് കൺട്രോളബിളും അൺകൺട്രോളബിൾ ആയിട്ടുള്ള കോസ്റ്റിനെ വന്നിട്ട് കോസ്റ്റും തമ്മിലൊരു ഡിഫറൻസ് വന്നിട്ട് അറിയാനായിട്ട് കൊണ്ടുവന്നതാണ്. ദെൻ അതേപോലെ തന്നെ അക്കൗണ്ടിങ് ഫംഗ്ഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ടിങ് ഫംഗ്ഷൻസ് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ഹ്യൂമൻ ആസ്പെക്ട്സ്, ഇപ്പോൾ മോട്ടിവേറ്റ് ചെയ്യാനാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാനാണെങ്കിലും അതിനൊക്കെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വന്നിട്ട് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്സ്, അതായത് നമ്മുടെ ഡെമോക്രാറ്റിക്
സ്റ്റൈൽ ഓഫ് ദ മാനേജ്മെന്റും അതേപോലെ തന്നെ നമ്മളുടെ ബഡ്ജറ്റ് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ലെസ്സർ ടൈം ഓഫ് കൺട്രോളും അതേപോലെ തന്നെ മോർ ദാൻ ടൈം ഓഫ് കൺട്രോളും തമ്മിലുള്ള ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ അതോറിറ്റി വന്നിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് വന്നിട്ട് ഓരോ പേഴ്സൺസിനും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ആണല്ലോ. സോ അവർക്ക് അവരുടേതായിട്ടുള്ള അതോറിറ്റി വന്നിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോസ്റ്റ് കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റിപ്പോർട്ടിംഗിന്റെ പ്രൊമോഷൻസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ട് ബഡ്ജറ്ററി എഫിഷ്യന്റ് ആയിട്ടുള്ള ബഡ്ജറ്ററി കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മാനേജ്മെന്റ് ബൈ എക്സംഷൻസ്, പിന്നെ പെർഫോമൻസ് വന്നിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് അഡ്വാൻറ്റേജസ്. ദെൻ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലി ഇത് ഡിഫിക്കൽട്ടാണ്. അതായത് ഒരു റെസ്പോൺസിബിലിറ്റി വന്നിട്ട് അതോറിറ്റി വന്നിട്ട് മാറ്റി കൊടുക്കുന്നത് എന്നുള്ളത് വന്നിട്ട് നമുക്ക് ചുമ്മാ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതല്ല അല്ലേ. സോ ഇതെന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്. അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ് വരാൻ തമ്മിൽ ചാൻസസ് ഉണ്ട്. അതായത് വന്നിട്ട് ഒരാൾക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കുമ്പോൾ എനിക്ക് അത് തന്നില്ല, അല്ലെങ്കിൽ ഇന്നൊരാൾക്ക് കൊടുക്കുമ്പോൾ എനിക്ക് അത് വേണം പറഞ്ഞിട്ടുള്ള കോൺഫ്ലിക്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വന്നിട്ട് എലോബറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കോസ്റ്റാണ് കൂടുതൽ കോസ്റ്റ് വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ വന്നിട്ട് റിപ്പോർട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ റിപ്പോർട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അതേപോലെ തന്നെ ഇത് വന്നിട്ട് ഇറലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വന്നിട്ട് നമ്മൾ കുത്തിക്കയറ്റാതെ ഇരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് റെസിസ്റ്റൻസ് ഫ്രം വർക്കേഴ്സ്. അതായത് വർക്കേഴ്സ് തമ്മിലുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് വരുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ വന്നിട്ട് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുന്നത് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പെട്ടെന്ന് ഒരാൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്ത് അയാൾ വന്നിട്ട് അത് കറക്റ്റ് ചെയ്യണം, എന്നാലേ അത് കറക്റ്റായിട്ട് പോകുള്ളൂ അല്ലേ. ഇത്രയാണ് ലിമിറ്റേഷൻസിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്.